السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. صدق الله العلي العظيم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൻ നഈമിൽ അല്ലാഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിച്ചിരിക്കുന്ന എല്ലാ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത്, സത്യവിശ്വാസിക്ക് മരണം ഒരു അനുഗ്രഹമാണ്. നമുക്കറിയാം, എന്തായാലും എല്ലാവരും മരിക്കൂലേ? എല്ലാവരും മരിക്കും. എന്നാൽ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് മരണം അനുഗ്രഹമാകുന്നതെന്ന് ചോദിച്ചാൽ, ആ വിശ്വാസിയുടെ സൽക്കർമ്മ ജീവിതങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് മരണം അനുഗ്രഹമാകുന്നത്? മരണം അനുഗ്രഹമാകാൻ 4 കാരണങ്ങൾ നമ്മൾക്കൊന്ന് ചർച്ച ചെയ്യാം. ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇതാണ് കാരണമെങ്കിൽ ആ വിശ്വാസിക്ക് മരണം അനുഗ്രഹമാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ പകർത്തിയെടുത്ത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, നാളെ നമ്മുടെ മരണം വരുമ്പോൾ ആ മരണമെന്ന് പറയുന്നത് നമ്മളുടെ അനുഗ്രഹമായിട്ട് മാറും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈമാനോട് കൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അത് അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്താണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് അല്ലാഹുവിനെ കണ്ടുമുട്ടലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന കാര്യമുണ്ടല്ലോ, ആ കാര്യമെന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് ഖുർആൻ ആയത്ത് ഓതിക്കൊടുത്തു പറഞ്ഞു, വുജൂഹു യൗമഇദിൻ നാദിറാ. ഖിയാമത്ത് നാളെന്ന് പറയുന്നു ഒരു ദിവസം വരുമ്പോൾ പുഞ്ചിരിക്കുന്ന ചില കൂട്ടരുണ്ട്, മുഖം പ്രസന്നമാകുന്ന ചില കൂട്ടരുണ്ട്. ആ കൂട്ടരേതെന്നറിയുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സഹാബാ, അവരെന്തേ ചിരിക്കുന്നതെന്നറിയുമോ? അവരെന്തേ പ്രകാശിക്കുന്നതെന്നറിയുമോ? ഇലാ റബ്ബിഹാ നാദിറാ. അവരവരുടെ റബ്ബിനെ കാണുന്ന തിരക്കിലായിരിക്കും, അവരവരുടെ റബ്ബിനെ നോക്കുന്ന ധൃതിയിലായിരിക്കും. അതുകൊണ്ടാണ് അവരുടെ മുഖം പ്രകാശിക്കുന്നതെന്ന് പറയുമ്പോൾ, നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന ഒരു ചിന്തയോടെ ഞാനും നിങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞാൽ, പ്രിയമുള്ള മുഅ്മിനേ, നമ്മുടെ മരണം അനുഗ്രഹമാണ്. അങ്ങനെ മരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമായിട്ട് കണ്ടുമുട്ടലാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ മരണം ഒരു സത്യവിശ്വാസിക്ക് അനുഗ്രഹമാകാനുള്ള ഏറ്റവും വലിയ കാരണം ഇതാണ്. അല്ലാഹുമായിട്ട് കൂടിക്കാഴ്ച ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത്തെ കാരണം എന്തെന്നറിയുമോ? രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, ഒരു വിശ്വാസിക്ക് മരണം അനുഗ്രഹമാകാനുള്ള രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് അത് അവന്റെ എല്ലാ മോചനങ്ങളും നടപ്പിലാകുന്ന ദിവസമാണ്.
എല്ലാ ദുരിതങ്ങളും ആ ദുരിതത്തിൽ നിന്ന് മോചനപ്പെടുന്ന ദിവസമാണ് മരണമെന്ന് പറയുന്നത്. ആ മരണം കഴിഞ്ഞാൽ അവന്റെ ദുന്യവിയായ എല്ലാ മോചനങ്ങളും അവനിൽ നിന്ന് സാധ്യമാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവെന്ന് പറയുന്നത് അത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ആ ആഖിറത്തിലേക്കുള്ള കൃഷിയിടത്തിൽ നമ്മൾ എന്താണോ ഇവിടുന്ന് വിളവ് ചെയ്യുന്നത്, എന്താണോ നമ്മൾ കൃഷി ചെയ്യുന്നത്, അതാണ് നാളെ ആഖിറത്തിലേക്ക് നമുക്ക് വിളവെടുക്കാൻ പറ്റുക. ആ വിളവെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇവിടുന്നുള്ള എല്ലാ മോചനങ്ങളുമാണ്. നമ്മൾ ഇവിടുന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ദുന്യാവുമായിട്ടൊരു ബന്ധവുമില്ല, നമ്മുടെ ഒരു പരീക്ഷണങ്ങളുമില്ല. എന്തെന്നറിയുമോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾക്കൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് ദുന്യവിയായ ഒരു ചിന്തയുമില്ല. മകളെ കെട്ടിക്കണമെന്ന ചിന്തയില്ല, വാഹനത്തിന്റെ ഇൻഷുറൻസ് അടക്കണമെന്ന ചിന്തയില്ല, ഒരു ചിന്തയും ദുന്യാവുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുന്യാവിന്റെ ദുരിതങ്ങളോടുള്ള ഒരു പ്രയാസവും അദ്ദേഹത്തിന് വരുന്നില്ല. ലോകത്ത് പല ജാതി പ്രശ്നങ്ങൾ കൊണ്ട്, രോഗങ്ങളെ കൊണ്ട്, മാറാവ്യാധി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ഈ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു മോചനം നൽകും ഈ മരണത്തോടുകൂടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരണമെന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്തെന്നറിയുമോ? മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വിചാരണയുടെ തുടക്കമാണ്. ഖബറിലേക്ക് നമ്മളെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നല്ലോണം പഠിച്ചു പോയാൽ, നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിക്ക് പരീക്ഷ ഭയങ്കര എളുപ്പമായിരിക്കും, പരീക്ഷയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ദൈവം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം പഠിച്ചിട്ട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു പോകുന്ന ഒരാൾക്ക് വിചാരണയുടെ തുടക്കമായിട്ട് വരുന്ന ഈ മരണ അനുഗ്രഹ അല്ലേ അല്ലേ പറ മുഅ്മിനീങ്ങളെ, ആണ്. അതുകൊണ്ട് തന്നെ ഈ മരണം എന്ന് പറയുന്നത് വിചാരണയുടെ തുടക്കമാണ്. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന. അവനിക്ക് മലക്കുകൾ വന്നിട്ട് അറിയിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. മരണസമയത്ത് മലക്കുകൾ വന്നിട്ട് അവനോട് പറയുമത്രേ, നിന്റെ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത കൊണ്ട് അവനെ അറിയിക്കുമെന്ന്. എന്താണ് സ്വർഗമെന്നറിയുമോ? ആ സ്വർഗമെന്ന് പറയുന്നത് മഹാനായ തഅവ ഉസ്താദ് പാടിയില്ലേ, അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. അതിലെല്ലാ ആനന്ദങ്ങളുമുണ്ട്, അതിലെല്ലാ ആർഭാടങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വാർത്ത കിട്ടുന്ന മുഅ്മിന് മരണം സന്തോഷമാണ്, അനുഗ്രഹമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈമാനോടുകൂടി അള്ളാഹു നമ്മുടെ മരിപ്പിക്കുമാറാവട്ടെ. മരണം അനുഗ്രഹമാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ഈമാൻ സലാമത്താക്കി മരിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.